കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഇറങ്ങിക്കോളും. ഒരു തേങ്ങ അറിയാണ്ട് ഒരു തേങ്ങ ചിന്തിക്കാണ്ട് കുറെ കാര്യങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ നമ്മുടെ പ്രശസ്ത ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള അന്ന ഗ്രേസ് അഗസ്റ്റ്, അതായത് ചുരുക്കി പറഞ്ഞ അവരുടെ ചാനലിന്റെ പേര് അന്നാസ് ഫുട്പാത്ത്. ഇപ്പൊ അന്നാസ് ഫുട്പാത്ത് കാരണം കുറെ ആൾക്കാർ ഫുട്പാത്തേക്ക് പോയിട്ടുണ്ട്. വേറെ മാർഗങ്ങളെ വീടും കുടുംബമൊക്കെ പോയി എന്ന് പറയുന്നത്, ലോണൊക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് വിസ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതൊരു മേജർ തട്ടിപ്പ് പോലെയാണ് നടന്നത്. പോലീസ് കേസും കൂട്ടൊക്കെ ആയിട്ടുണ്ട്. 3 കോടി മൊത്തം 65 ലക്ഷം 45 ലക്ഷം അങ്ങനെ കുറെ കണക്ക് പറയുന്നുണ്ട്. അപ്പൊ എന്താ കാര്യം നമുക്കൊക്കെ ആയിട്ട് ഇവർ മെയിനായിട്ട് ചെയ്തത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ യൂട്യൂബിലൊക്കെ ഈ ഫുഡ് ബ്ലോഗാണ് ചെയ്തത്. ഇപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഈ ഇടയായിട്ട് നമ്മളെ വിദേശത്തേക്ക് സ്റ്റുഡൻറ് വിസ സെറ്റാക്കി കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയും കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഇവർ ചാനലിൽ തന്നെ ഇവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ ഈ പ്രശ്നമായത്. ഈ ലേഡിയുടെ ഇൻസ്റ്റാഗ്രാമിൽ 2 ലക്ഷത്തിന്റെ മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതായത് ഫോളോവേഴ്സ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇവര് ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ആൾക്കാർ ഇതിങ്ങനെ എൻക്വയറി ചെയ്ത് ഇവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പോയ ഒരാളാണ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പൊ ആ പ്രൊമോഷൻ വീഡിയോ ഞാൻ പറഞ്ഞപ്പോ പ്ലേ ചെയ്യാം, നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക്. ജനിക്കും മുമ്പൻ മകനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം, ആയതിനാൽ ഭാരതൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കിയാണ്. വല്ലത് മനസ്സിലായത്? ഒരു പണ്ട് തമാശയ്ക്ക് പറയുന്ന ഒരു ചൊല്ലാണ് കേട്ടോ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവസ്ഥ എന്താണെന്നറിയോ? +2 കഴിഞ്ഞ പാടെ മകനെ അല്ലെങ്കിൽ മകളെ ഡോക്ടർ ആക്കണം. ആയതുകൊണ്ട് തന്നെ എന്താണ്, നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞു, തേർഡ് അറ്റംപ്റ്റ് കഴിഞ്ഞു. ഇത് കുട്ടിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് കിട്ടാത്തത്? അല്ല, നമ്മുടെ ഇന്ത്യയിലാകെ 1 ലക്ഷം സീറ്റേ മെഡിസിൻ ഉള്ളൂ. എന്നാൽ 24 ലക്ഷത്തിൽ കൂടുതൽ പിള്ളേരാണ് എക്സാം എഴുതുന്നത്. ഈ സീറ്റ് കിട്ടാതെ വരുമ്പോൾ അവരെന്താണ്, കഴിവുകേട് കൊണ്ട് തള്ളി മാറ്റപ്പെടുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി ഡോക്ടർ ആകണം. അത് അവർക്കൊരു ഉപാസനയാണ്, അവരുടെ ഫാമിലിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, അതൊരു ഈഗോയാണ്, അതൊരു സെൻസിറ്റീവ് പാർട്ടാണെന്ന് പറയും. ഇവർ വേറൊരു കോഴ്സിനെ പറ്റി മാറ്റി ചിന്തിക്കാൻ തയ്യാറല്ല. ഇന്നലെ എന്റെ മുമ്പിൽ വന്നൊരു ഫാമിലി ഇത് തന്നെയായിരുന്നു. മകൾക്ക് ഡോക്ടർ ആവണം, ആയേ പറ്റൂ. ചേച്ചി ഇത് സീറ്റ് വല്ലതും ചെയ്യുന്നുണ്ടോ, ചേച്ചി ഇതിന് വല്ല ഗൈഡൻസും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കുറേ കാലമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാനും ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വരുന്ന ഫെബ്രുവരിയിൽ നമുക്ക് ജോർജിയ, ഉസ്ബാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ MBBS ഏതാനും സീറ്റുകളുണ്ട്. നമ്മുടെ കുറച്ച് പിള്ളേർ പോകുന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്കും വേണമെങ്കിൽ 1 ഇയർ ഇനിയും ഗ്യാപ്പ് ആക്കാതെ പോകാം. ഇനി അടുത്ത സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് തരാൻ ഞാൻ തയ്യാറാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് മീ. മീ ശരി വിത്ത് ന്യൂസ് കെയറിംഗ്. ലവിങ് യു. ബൈ ബൈ. നന്നായി, പൊക്കോ, അത് നല്ലത്. ഇപ്പൊ എല്ലാരും പോയി, ഇപ്പൊ പോയവരൊക്കെ കുടുങ്ങി. കുറെ ആൾക്കാരെ പൈസ ആയിട്ട് പോയി. ഇത് പൈസ വേറെ ആൾക്കാരും കൊണ്ടുപോവുകയും ചെയ്തു. ആൾക്കാരൊക്കെ കൊണ്ടുപോകണോട്ടാ പോകുമ്പോ പ്രൊമോഷൻ. അപ്പൊ ഇവര് പറയണത്, ഞാനിതേപോലെ പ്രൊമോഷൻ ചെയ്ത് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടുണ്ട്, അവരൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞേ. കൊണ്ടുപോയവരെ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, വഴിയെ വരുമെന്ന് വിചാരിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലാണ്ടത് മാർഗം. അപ്പൊ നമ്മൾ കാര്യത്തേക്ക് നമുക്ക് വരാം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇങ്ങനെ ഇവർ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആര്യാന്ന് പറഞ്ഞ ഒരു ലേഡി ഇതേപോലെ ഇവരെ കോണ്ടാക്ട് ചെയ്ത്, എനിക്ക് വിസ വേണം. പക്ഷെ ഇവർക്ക് ഇതിൽ അറിയണ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂസ് വ്ളോഗിന് അറിയണ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വിസ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് വിസയുടെ പരിപാടി അറിയുള്ളൂ. അപ്പോൾ ഈ ആര്യാന്ന് പറഞ്ഞ ആൾ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വർക്കിംഗ് വിസക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സംസാരിക്കുന്ന ഇടയ്ക്ക് ഇപ്പോൾ നമ്മളെ ഫുഡ് ബ്ലോഗർ പറഞ്ഞു, ഓക്കെ ഞാൻ സെറ്റാക്കി തരാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്കൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ കൺവിൻസ് ചെയ്ത് അതുമ്പോൾ തുടങ്ങിയ പ്രശ്നം. അപ്പോൾ കുറച്ച് പൈസയും മേടിച്ചവരെന്ന് പ്രശ്നമാണ്. അപ്പോൾ ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പൈസ ഇല്ല, വിസ ഇല്ല. ലാസ്റ്റ് എന്തായി, ചേച്ചിക്ക് ദേഷ്യം വന്നപ്പോൾ ചേച്ചിക്ക് കേസ് കൊടുത്ത്. ചില്ലറ പൈസ ഒന്നല്ല പോയി, 10-40 ലക്ഷം രൂപ പോയി എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഗൗരവമുള്ള കേസ് തന്നെയാണ്. അപ്പോൾ ചേച്ചിയുടെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ലേഡിയുടെ ഭർത്താവിനെ പോലീസൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടുള്ള ഈ ആര്യ പരാതിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞെന്താന്ന് നമുക്ക് നോക്കാം. 44 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി, ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ വർക്ക് വിസ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ നല്ലൊരു ഇതാണ്, കാരണം അവിടെ ചെന്നാൽ കൊച്ചുങ്ങളെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, പിന്നെ നിങ്ങൾക്ക് 2 പേർക്കും ജോലി ചെയ്യാം, അപ്പോൾ നല്ല പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത്. ഞങ്ങളെ വിശ്വസിപ്പിച്ച് ഞങ്ങളെ കയ്യിൽ നിന്ന് പല തവണകളിലായിട്ടാണ് ഈ പൈസകൾ വാങ്ങിച്ചത്. GSTയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ GST കാണിക്കണം, അതുകൊണ്ട് നിങ്ങൾക്കും കാണിക്കേണ്ടി വരും, നമുക്കും കാണിക്കേണ്ടി വരും. അതുകൊണ്ട് കയ്യിൽ തന്നാൽ എന്തായാലും കലക്കി. ഒന്നുമില്ലെങ്കിൽ ചേച്ചി ഒന്ന് ചിന്തിച്ചുകൂടെ? ഈ കയ്യിൽ പൈസ തന്നാൽ മതി, അക്കൗണ്ട് ത്രൂ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, GSTയും കാര്യങ്ങളും പ്രശ്നമാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് കോമൺ സെൻസ് ആയിട്ടൊന്ന് ചിന്തിക്കാം. ഇതിലെന്തോ ഉടായ്പുണ്ടെന്ന് കോമൺ സെൻസിൽ ഒരു മനസ്സിലാവും, ഇതിൽ ഉടായ്പുണ്ടെന്ന്. ഇത് അറിഞ്ഞിട്ടും ഈ പൈസ കൊടുത്തിട്ടുള്ളത് ചേച്ചിയുടെ മിസ്റ്റേക്കാണ്. ബാക്കി നമുക്ക് കേട്ടോക്കാം. പിന്നെ ഒരു കാര്യമുണ്ട് ചേച്ചി, ഇതിൽ ഇനിയിപ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് പോയി, ഇപ്പോൾ കിട്ടിയിട്ടില്ല, ഇനി നിങ്ങൾ പോയിട്ട് പൈസ ചോദിച്ചാൽ ഈ അനു എന്ന് പറഞ്ഞ ആൾ പറയും, എനിക്കെപ്പോൾ തന്ന്, നിങ്ങൾ തന്നതിന് വല്ല തെളിവുണ്ടാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അത്ര ഉള്ള ഈ പരിപാടി. ബാക്കി കേട്ടോക്കാം. പിന്നെ ഈ പറഞ്ഞ ഈ ആര്യനെ വീണ്ടും പറ്റിക്കുന്നുണ്ട്, അതിൽ കൂടെ നമുക്ക് കേട്ടോക്കാം. നമുക്ക്
അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇനി കടമില്ല എങ്ങനെ വീട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ പറഞ്ഞു അന്ന ചേച്ചി ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം, ഹസ്ബൻഡിനെ ഓസ്ട്രേലിയ വിടാമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പൈസ പറഞ്ഞു ഒത്തിരി പൈസ നിങ്ങൾ ആരെങ്കിലും മറിച്ച് താ, 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പോവാം, അവിടെ ചെന്ന് ജോലി ചെയ്താൽ മാസം 3 ലക്ഷം രൂപ കൂടുതൽ സാലറി കിട്ടും, അപ്പം നിങ്ങൾക്ക് 2-3 മാസം കൊണ്ട് ജോലി ചെയ്ത് കടം വീട്ടാന്ന്. മാസം 3 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കടം വിടാനേ, അവിടെ ചെലവും കാര്യങ്ങളും താമസമൊന്നും ഇല്ലേ, ഫുഡൊന്നും ഇല്ലേ, ഇതിനൊക്കെ വേറെ പൈസയും കാണണ്ടേ. ബെസ്റ്റ്, നന്നായിട്ടുണ്ട്, ഇതന്നെ ചെയ്യണം. എന്നിട്ട് ബാക്കി പറയും. അങ്ങനെ വഴക്കായി സംസാരമായി. അപ്പോൾ പറഞ്ഞു നീ ഇനി ഏത് പോലീസിലായാലും ശരി, ഏത് കോടതിയിൽ പോയാലും നിനക്കൊരു പൈസ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അന്ന ചേച്ചി റിപ്പോർട്ട് ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ റിപ്പോർട്ട് ചാനലിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം, നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. ആര്യയും സോഫിയും കൂടിയാണ് ആദ്യമായിട്ട് എന്നെ വന്ന് കാണുന്നത്. ഞാനൊരു സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ വന്ന് മീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ സ്റ്റഡി അബ്രോഡ് മാത്രമാണ് ചെയ്യുന്നത്, വർക്ക് വിസ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കുടുംബ സുഹൃത്തായ ബിബിൻ ജോർജ്, 11 ഇമിഗ്രേഷൻ്റെ നടത്തിപ്പുകാരായ ബിബിൻ ജോർജ് ആൻഡ് സിനി കൃഷ്ണ, ഭാര്യ സിനി കൃഷ്ണയും കൂടെ എരഞ്ഞിപ്പാലത്ത് നടക്കുന്ന സ്ഥാപനവുമായി കണക്ട് ചെയ്ത് ഞാൻ ഇവരെ ഹെൽപ്പ് ചെയ്തത്. അവർക്ക് ലൈസൻസ് ഉണ്ടെന്നായിരുന്നു എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ഇവർ പറഞ്ഞ പോലത്തെ ലക്ഷം വാങ്ങി എന്നുള്ളതും ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല, കാരണം അത് അവരുടെ വയർപ്പിൻ്റെ പൈസയാണ്. ഈ ലക്ഷം കയ്യിൽ വാങ്ങിയത് ഈ ബിബിൻ എന്നെ പറ്റിക്കുകയെന്ന് മനസ്സിലായപ്പോൾ ഞാനാണ് ഈ സോഫിനോടാണെങ്കിലും ആര്യനോടാണെങ്കിലും 16ഓളം കാൻഡിഡേറ്റ് ഉണ്ട്. ഈ 16ഓളം കാൻഡിഡേറ്റിനെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ട്രസ്റ്റ് ചെയ്ത കമ്പനി എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വരാൻ പറ്റുമോ, വന്നിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ എല്ലാവരും എന്തായാലും പറ്റിച്ചതും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ചേച്ചി മുൻകൈ എടുത്തിട്ട് എന്തായാലും എല്ലാ കാൻഡിഡേറ്റിനെ എടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബയോഗം വിളിച്ച് സോറി കുടുംബയോഗമല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മീറ്റ് നടത്തി. ബിബിൻ ജോർജുമായിട്ട് ഞാനുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം കുറേ രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ചേർന്ന് ഇവർ പറയും ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ചെയ്തോളാം. ഇവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വാ. കുറേ കാൻഡിഡേറ്റിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിരുന്നു, ഇരകളാക്കപ്പെട്ടവരെ. കുറേ പേര് വന്നു ഫാമിലിയായിട്ട്. അവർക്കൊക്കെ ബിബിൻ്റെ അമ്മയും ബിബിനും എഗ്രിമെൻറ്റ്, നോട്ടറി അറ്റസ്റ്റ് ചെയ്ത എഗ്രിമെൻറ്റും ചെക്കും കൊടുത്തു. അപ്പോൾ ഇവർ വരാതിരുന്നത് കാരണം ഇവർ പിറ്റേ ദിവസം, വേറൊരു ദിവസം ഞാൻ പോലും അറിയാതെ ബിബിൻ്റെ അടുത്ത് പാർട്ടിക്കാരുമായിട്ട് വന്നിട്ട് ചെക്കും അതുപോലെ തന്നെ എഗ്രിമെൻറ്റും വാങ്ങി പോയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവർക്ക് ബിബിൻ പൈസ കൊടുക്കുന്നുണ്ട്. ബിബിൻ അവരുടെ അക്കൗണ്ട് വഴി, ബിബിൻ്റെ അക്കൗണ്ട് വഴി 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയ്ക്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തതിന്റെ റെസിറ്റ് ബിബിൻ ജോർജ് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടതില്ല, ബിബിൻ ഡീൽ ചെയ്തോളും എന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ എല്ലാ കാൻഡിഡേറ്റിനും ഇതുപോലെ ഞാൻ ചെക്കും എഗ്രിമെന്റ് വാങ്ങി കൊടുത്തതാണ്. എല്ലാവരും അവരുടെ പൈസയ്ക്ക് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ പൈസയായിട്ട് 11 ഇമിഗ്രേഷന്റെ നടത്തിപ്പുകാരനായ സിനി കൃഷ്ണയും എന്തായാലും ചേച്ചി എന്തായാലും ന്യായീകരണമൊക്കെ നന്നായി, വളരെ നന്നായി. ഇത് പക്ക ഗെയിമാ, ഇത് ചിന്തിച്ചാൽ മനസ്സിലാവും, പക്ക ഗെയിമാ. ഇപ്പോൾ ഇതിൽ ഇവർ രണ്ടാളും മാത്രമാണെന്നുള്ള കേസിൽ ഇപ്പോൾ അതിൽ പുതിയ ആൾ വന്നിട്ട് ബിബിൻ ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ആഡായിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇങ്ങനെ പോകും. ഇതെന്താ ഇനിയിപ്പോൾ പോലീസുകാരെ തേടി പിടിച്ച് ബിബിൻ ജോർജിൻ്റെ അടുത്ത് പോയി ബിബിൻ എന്ന് പറഞ്ഞ ആളെടുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിബിൻ പറയും ഞാൻ ഇന്ന ആൾക്കാർ കൊടുത്തില്ല, ഞാൻ ഇന്ന ഏജന്റിനെ കൊടുത്തില്ല എന്നിട്ട് അതങ്ങനെ നിൽക്കും. ഇതിൽ നഷ്ടം പറ്റിയ മുതൽ ഈ പൈസ കൊടുത്ത, വിസയ്ക്ക് വേണ്ടി പൈസ കൊടുത്ത ഈ ആരട്ടി ചേച്ചിയുടെ പോലത്തെ ആൾക്കാർക്കാണ്. ഇതെന്താ വെച്ചാൽ ഇതിങ്ങനെ ചെയ്യും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. നഷ്ടം മുഴുവൻ ഈ ആരട്ടി ചേച്ചി പോലത്തെ ആൾക്കാർക്ക്, ഈ പൈസ കൊടുത്തവർക്ക്. ഇത് തെളിയിക്കാൻ പറ്റില്ല, ഇതിങ്ങനെ നീണ്ടുപോകും. ഇത് എത്ര തിരിമറി ചെയ്തിട്ട് കാര്യമില്ല, ഇതിങ്ങനെ നീണ്ടുപോയി കാലങ്ങളോളം നിൽക്കും. ഈ കേസ് കുറേ കാലം നിൽക്കും. അങ്ങനെ കണക്ട് ചെയ്ത് പോകും. അതാണ് ഇതിൻ്റെ സംഭവം. ഇത് പക്ക ഫ്രോഡ് ആക്ടിവിറ്റി തന്നെയാണ്, പക്ക തട്ടിപ്പ് തന്നെയാണ് നടത്തിയുള്ളത്. നല്ല ചിന്തിച്ച് ബുദ്ധിപരമായിട്ടുള്ള തട്ടിപ്പ് തന്നെ നടത്തിയുള്ളത്. ഇതിൽ ഒരാൾ മാത്രമൊന്നും ആവില്ല, ഒരുപാട് ആൾക്കാരെ കണക്ട് ചെയ്ത് പോകും. ഇനിയിപ്പോൾ വിപിൻ എന്ന് പറഞ്ഞ ആളെ പോലീസ് കണ്ടുപിടിച്ചാലും വിപിൻ പറയും വേറെ ആളെടുത്തുണ്ടായി, അങ്ങോട്ട് കൊടുത്ത് എന്നൊക്കെ പറയും. എന്തായാലും ഇത് പക്ക ഫ്രോഡ് ആക്ടിവിറ്റി ആയിട്ടുണ്ട്, പക്ക തട്ടിപ്പായിട്ടുണ്ട്. എന്തായാലും കലക്കി. എന്തായാലും ഇങ്ങനെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇറങ്ങിക്കോളും. ഒരു തേങ്ങ അറിയാണ്ട്, ഒരു തേങ്ങയും ചിന്തിക്കാണ്ട് കുറേ കാര്യക്കുണ്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പൈസ കൊണ്ട് ഒരു ഇടപാട് നടത്തും. ഇപ്പം എന്തായി, ഇപ്പം എല്ലാവരും കുടുങ്ങി. ഇപ്പം പൈസ പോയവരും ഇല്ല, പൈസ കിട്ടിയവരും ഇല്ല. ഇപ്പം UK വരെ അന്വേഷണം എത്തിയിട്ടുണ്ട്. ദൈവത്തിന് അറിയുന്നതിന് ബാക്കി എന്താ ഉണ്ടാവാൻ പോകണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ കാണാവരെ, ബൈ.